എൻ്റെ സഹപ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് ഞാൻ തൊഴിൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പടം ചെയ്തേക്കുന്നത്. അല്ലാണ്ട് എല്ലാം ഞാൻ വെട്ടിപ്പിടിക്കാനല്ല നോക്കിയേക്കുന്നത്. ഞാൻ എൻ്റെ തസ്തിക ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിലെ മെമ്പേഴ്സിനെ വെച്ചിട്ട് ഓരോ സിനിമയിലും ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, ഒരു എക്സിക്യൂട്ടീവിനെയും 2 മാനേജർമാരെ വെച്ചിട്ടാണ് ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടുപോയത്. എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക എന്നുള്ളൊരു അതെ പറ്റുന്ന എന്നെ കൊണ്ടാവുന്ന ആൾക്കാർക്കെല്ലാം ഞാൻ തൊഴിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരാളെ തൊഴിൽ ഞാൻ നിഷേധിച്ചിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ നിഷേധിച്ചു. അദ്ദേഹം എന്നോട് ലാസ്റ്റ് ആവശ്യപ്പെട്ടത് എനിക്ക് ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു വേഷം വാങ്ങിച്ചല്ലോ എന്നാണ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാനും ചെയ്ത സിനിമ എന്ന് പറയാൻ ശേഷം ചെയ്ത പടം എന്നൊക്കെ പറയുന്നത് ഈ ARMഉം ഈ ആശകളായാലും ഒക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എനിക്കും വലിയ ഗ്യാപ്പാണ് സിനിമയിൽ ഉണ്ടായേക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ 2 സിനിമ എനിക്ക് കിട്ടിയ 2 സിനിമയിൽ അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഭാഷകളായിരം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ എൻ്റെ ഡയറക്ടറും റൈറ്ററും പ്രൊഡ്യൂസറും വേണ്ടാന്ന് തീർത്ത് പറഞ്ഞിട്ടും എൻ്റെ ഒരൊറ്റ നിർബന്ധത്തിനാണ് അദ്ദേഹത്തിനെ ഒരു കാസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു ക്യാരക്ടർ പുള്ളിനെ കൊണ്ട് ചെയ്യിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ നമ്മൾ നിർഭാഗ്യവശാൽ പുള്ളിയുടെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആയതും സമയപ്പോൾ അഭിനയിക്കേണ്ട സമയപ്പോൾ പുള്ളി ഓസ്ട്രേലിയയിൽ സ്റ്റേജ് പ്രോഗ്രാമിലായിപ്പോയി. അതുകൊണ്ട് പുള്ളിക്ക് ആ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ മുതൽ പുള്ളിക്ക് എന്നോട് എന്തൊരു ചെറിയ ദേഷ്യമൊക്കെ തോന്നിയ പോലെയാണ് എനിക്ക് പിന്നീട് മനസ്സിലായിട്ടുള്ളത്.